ഹലോ, ഗോപിനാഥൻ നായരാണോ? ഇത് ഇവിടെ സർവേ ഓഫീസിൽ നിന്നാണ്. സീനിയർ സർവേയർ മന്മഥൻ. നിങ്ങൾ വസ്തു തരം മാറ്റത്തിന് അപേക്ഷിച്ചിരുന്നില്ലേ? അപ്പോൾ അതിന് ഞങ്ങൾ അളക്കാനായിട്ടൊന്ന് ചിലപ്പോൾ ഒരു ഉച്ചയോട് കൂടി അവിടെ എത്തും. സമയം അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. നിങ്ങളുടെ മാത്രമല്ല, ഞങ്ങൾക്ക് വേറെ ഒരുപാട് സ്ഥലങ്ങൾ അളക്കാനുണ്ട്. ശരി. അപ്പോൾ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ വയറെല്ലാം കണ്ട് പ്രസവം എല്ലാം കഴിഞ്ഞ് കൊച്ചിൻ്റെ നൂലുകെട്ടൊക്കെ കഴിഞ്ഞിട്ട് അറിയിച്ചാൽ മതി. ഞങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ വരാം. ഒന്ന് വെച്ചിട്ട് പോടോ. അവരുടെ തരും. ഇനി അവരുടെ സൗകര്യത്തിന് നമുക്ക് അളക്കാൻ ചെല്ലാൻ പറ്റൂ? അയാൾക്ക് വയറ് കാണാൻ പോകണം അത്രേ. ഉച്ച കഴിഞ്ഞ് വരാൻ പറ്റുമോ? പിന്നെ നമുക്കിവിടെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. എൻ്റെ മന്മഥൻ സാർ നിങ്ങൾ ഇങ്ങനെയൊന്നും സംസാരിക്കില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഓർമ്മയില്ലേ? അതായത് ഇവിടെ വരുന്ന ആൾക്കാരോട് അപമര്യാദയിൽ പെരുമാറിയാൽ കർശന നടപടി എടുക്കുന്നു മുഖ്യമന്ത്രി പറഞ്ഞില്ല. ഇവിടെ വരുന്നവരോടല്ലേ? ഞാനിപ്പോൾ ഫോണിലല്ലേ സംസാരിച്ചത്. ഫോണിൽ സംസാരിച്ചപ്പോൾ തെളിവല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കാർ ഇങ്ങനെ സംസാരിച്ചാൽ പിന്നെ നമ്മളെങ്ങനെ സംസാരിക്കും? ഇവിടെ നമുക്കുള്ള വർക്ക് പ്രഷർ അവർക്കറിയില്ലല്ലോ. മനുഷ്യരിവിടെ തലപുരാൻ നിർത്തായിരിക്കണേ. LD ക്ലാർക്ക് മൊയ്തോടെ സാർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഞാൻ വരുമ്പോൾ. ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയും. ഇവിടെ ഈ ഇതിനകത്ത് മേശയ്ക്കകത്ത് വെക്കാൻ പറ്റുന്ന ഒരു സാധനം അല്ലല്ലോ അത്. സാറേ ചിലപ്പോൾ പുറത്ത് ചായ കുടിക്കാൻ പോയിട്ടുണ്ടാവും. അയാൾക്ക് ചായ കുടിക്കുക, മൂത്രം ഒഴിക്കുക, ചായ കുടിക്കുക, ഇത് തന്നെയാണ് പണി. ഇവിടെ 100 കൂട്ടം ജോലിയുണ്ട്, ഒരു ഉത്തരവാദിത്വമില്ല. അയ്യോ, സാറിപ്പോൾ ചായ കുടിക്കാൻ പോയാണോ അതോ മൂത്രം ഒഴിക്കാൻ പോയാണോ? ഫോൺ ചെയ്താൽ മതി സാർ. അപ്പോൾ പുതിയ അസുഖം തുടങ്ങി. ഒരു ദിവസത്തിന്റെ പകുതി സമയം ഇത്രയും നാൾ ചായ കുടി മൂത്രം ഒഴിവായിരുന്നു. ഇപ്പൊ ഫോൺ വിളിയും കൂടെ ആയി. കൊള്ളാം. ഇവിടെ റൂമിൽ റേഞ്ച് ഇല്ല, അതുകൊണ്ട് പുറത്തേക്ക് പോയത്. സുഹൃത്തെ, ഓഫീസ് കാര്യങ്ങൾക്ക് ഇതേ ഇവിടെ സർക്കാർ ഫോൺ തന്നിട്ടുണ്ട്. ആ ഫോണിൽ കാര്യങ്ങൾ പറയണം. പിന്നെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കാൻ വേറെ സമയം കണ്ടെത്തണം, ഓഫീസ് ടൈമിലല്ല. അല്ല സാർ ഇവിടെ പേഴ്സണൽ കോളുകളൊക്കെ അറ്റൻഡ് ചെയ്യണത് കാണാറുണ്ടാവുണ്ടോ? അത് ശരി. ഞാനിവിടുത്തെ സീനിയർ സർവേയർ, താൻ LDC. തനിക്ക് പിന്നെ കുറച്ച് ഡിഗ്രി കൂടുതലുണ്ടെന്ന് നെകളിപ്പ് കാണിക്കല്ലേ കേട്ടാ. ഒരുപാട് നാൾ ഇവിടെ ഇരിക്കണം വേണോ? എനിക്കറിയാൻ ചെയ്യേണ്ട പണികൾ. സോറി സർ. സർക്കാർ ശമ്പളം തന്നെ സർക്കാരിനെ സേവിക്കാനാണ്, അതായത് നിങ്ങളെ തോന്നിയ പാട് നടക്കാനല്ല കേട്ടാ. മണ്ണന്തല വില്ലേജിൽ തരം മാറ്റത്തിന് അനുമതി കിട്ടിയവരുടെ ആ ഫയൽ ഇവിടെ എത്തിക്കാൻ പറഞ്ഞിട്ട് അതെവിടെ? സാറിന് മുമ്പിലുണ്ട് സർ. രണ്ടാമതിരിക്കുന്ന ബ്ലൂ ഫയൽ അതാണ്. എടാ, ഇതിവിടെ കൊണ്ട് വെച്ചാൽ എന്നോടൊരു വാക്ക് പറയണ്ടോ? അതിത് വെക്കുമ്പോൾ സാർ അവിടെ ഇല്ലല്ലോ. അപ്പൊ ഞാനില്ലാത്തതാണ് കുഴപ്പം. താഴെ ഇല്ലായിരുന്നില്ലേ സാറേ? ഞാനതവിടെ കൊണ്ടുവെക്കും. ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ സ്തുതി. സാറേ നേരത്തെ ഫയൽ അവിടെ ഉണ്ടായിരുന്നു. എന്നാ തനിക്കത് എന്നോട് പറഞ്ഞൂടോ? സാറിന്റെ മുമ്പിലായതുകൊണ്ട് പിന്നെ മുമ്പിലായോണ്ട് ഞാൻ അറിയണ്ടേ? എനിക്കിവിടെ 100 കൂട്ടം പണിയാണ്, 100 കൂട്ടം. നിങ്ങളെ പോലെ അല്ല. ഞങ്ങൾക്കൊന്നും ഇവിടെ പണിയില്ല.